സാധ്യതകൾ നമ്മളോട് പറയും. റഹീസ് റഷീദ്, 11 പേര് പ്രായത്തിൻ്റെ പരിധി കൊണ്ട് പുറത്താകും, 3 പേര് ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നതുകൊണ്ട് അവിടെ വേക്കൻസി 14ആയി. പിന്നെ സൂസൻ കോടി അടക്കമുള്ളവരെ ഒഴിവാക്കുന്ന ഒരു സാധ്യത 15ആയി. അങ്ങനെ ഒരു 18ഓ 19ഓ പരമാവധി 20 വരെ വേക്കൻസികൾ വന്നേക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ ആരൊക്കെയായിരിക്കും ഇത്തവണ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ളത്? ആദ്യഘട്ട സാധ്യതാ പട്ടികയിൽ ആരൊക്കെ? ഡോക്ടർ അരുൺകുമാർ, സാധ്യതാ ലിസ്റ്റ് എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നു. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്, ദേശീയ വൈസ് പ്രസിഡന്റ് ജെയ്ക്സി തോമസ് എന്നിവർ വരാനാണ് സാധ്യത. വനിതാ പ്രാതിനിധ്യം കൂട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കുന്നു. കണ്ണൂരിൽ നിന്ന് എൻ സുകന്യയോ കെ അനുശ്രീയോ വരാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ പേരും സജീവമായി ചർച്ച ചെയ്യുന്നു. കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാക്കളായിരുന്ന AKG സെൻട്രൽ ഓഫീസ് സെക്രട്ടറി ബിജു കണ്ടക്കൈ, ഒപ്പം ജോൺ ബ്രിട്ടാസ്, ഇവർ രണ്ടുപേരും ക്ഷണിതാവ് സ്ഥാനത്ത് നിന്ന് മാറി സംസ്ഥാന കമ്മിറ്റി അംഗമാകാനുള്ള സാധ്യതയാണുള്ളത്. ഒപ്പം MV നികേഷ് കുമാർ ക്ഷണിതാവായി വരാനുള്ള സാധ്യതയുണ്ട്. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാൽ, വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ്, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ, ഇവരും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരും. പുതുതായി ജില്ലാ സെക്രട്ടറിമാരായ 6 പേരിൽ ഒരാൾ നിലവിൽ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ടാണ് ബാക്കി 5 പേരും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നത്. MLA മാരുടെ പേര് പറഞ്ഞാൽ കൊല്ലത്ത് നിന്ന് M നൗഷാദിൻ്റെ പേര് സജീവമായി പറഞ്ഞു കേൾക്കുന്നു. PP ചിത്തരഞ്ജൻ്റെ പേര് സജീവമായി പറഞ്ഞു കേൾക്കുന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള IB സതീഷിൻ്റെയും DK മുരളിയുടെയും പേരുകൾ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഈ തരത്തിലാണ് ചർച്ചകൾ പോകുന്നത്. 11 പേർ പ്രായപരിധിയുടെ പേരിൽ ഒഴിവാകും. 3 പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അനാരോഗ്യത്തിൻ്റെ പേരിൽ കുറച്ച് പേർ ഒഴിവാകാൻ സാധ്യതയുണ്ട്. അത് എറണാകുളത്തു നിന്നുള്ള S ശർമ്മയും ചന്ദ്രൻപിള്ളയും പോലുള്ള ആളുകൾ ഒഴിയാനാണ് സാധ്യത, അനാരോഗ്യം മൂലം ഒഴിയാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നു. 3 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ നിലവിൽ വയനാട് ജില്ലയിലുണ്ട്. അവിടെ K റഫീഖ് കൂടി വരുമ്പോൾ 4 ആകും. അങ്ങനെ വരുമ്പോൾ ഒരാളെ മാറ്റാനുള്ള സാധ്യത കാണുന്നു. പാർട്ടിയിലെ വിഭാഗീയതയുടെ പേരിൽ, കരുനാഗപ്പള്ളിയിലെ പ്രശ്നത്തിൻ്റെ പേരിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിയെ മാറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്ന NN കൃഷ്ണദാസിനെ മാറ്റാനുള്ള ചർച്ചകൾ നടന്നെങ്കിലും അദ്ദേഹം തുടരട്ടെ എന്നതാണ് അന്തിമ തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർ അരുൺ. ഓക്കെ, VK സനോജും V വസീഫിനും ജയിക്കിനും സാധ്യതയുണ്ട്. പുതുമുഖങ്ങൾ വരാൻ പോകുന്നു, ഒരു പുതിയ കമ്മിറ്റി വരാൻ പോകുന്നു എന്നുള്ളതാണ്. CPM സംസ്ഥാന കമ്മിറ്റിയിലേക്ക് റജി സഖറിയയ്ക്കും ആർ ബിന്ദുവിനും അടക്കമുള്ളവർക്കും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം. അല്പസമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. ഇനിയിപ്പോൾ റോഷി പാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷി പാൽ, ഇന്നത്തെ പരിപാടികളൊന്ന് പ്രേക്ഷകർക്ക് വിശദീകരിച്ചു കൊടുത്താൽ നന്നായിരിക്കും. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊല്ലത്തേക്ക് വന്നിറങ്ങുന്നത്. അവരൊക്കെ ആശ്രമ മൈതാനത്തേക്ക് വൈകുന്നേരം 5 മണിയോടുകൂടി എത്തും. പക്ഷേ കനത്ത വെയിലാണ്. വെയിൽ കൊള്ളുമ്പോഴും ഇത്രയും ആളുകളെ കൊല്ലം നഗരം എവിടെ ഉൾക്കൊള്ളും എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രതിനിധി സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് ബാക്കിയുള്ളവർക്ക് ഉള്ളിൽ പ്രവേശനമില്ലല്ലോ. എന്താണ് കൊല്ലം നഗരത്തിലെ കാഴ്ചകൾ? ഇന്നത്തെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് റോഷി? അരുൺകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നേതൃനിരയെ തെരഞ്ഞെടുക്കാനുള്ള സുപ്രധാനമായ യോഗം ഇപ്പോൾ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ടൗൺ ഹാളിൽ നടക്കുന്നുണ്ട്. യോഗം പൂർത്തിയായതിനു ശേഷം മുഖ്യമന്ത്രിയുടെ നയരേഖയിലുള്ള മറുപടി പ്രസംഗമാണ്. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇന്നലെ ഒരു ദിവസം പൂർണ്ണമായും ഈ ചർച്ചയ്ക്ക് വേണ്ടി ഈ സമ്മേളനം മാറ്റിവെച്ചതാണ്. കാരണം തുടർ ഭരണം ലക്ഷ്യമിട്ട് മുന്നോട്ടു പോകാൻ ഈ വികസന രേഖ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നേരത്തെ PR സുനിൽ സൂചിപ്പിച്ചതുപോലെ LDFന്റെ ഒരു പ്രകടന പത്രികയ്ക്ക് സമാനമായ നിർദ്ദേശങ്ങളും വാഗ്ദാനങ്ങളും അടങ്ങുന്നതാണ് വികസനത്തിന്റെ പുതുവഴികളെന്ന ഈ നയരേഖ. അതുകൊണ്ട് തന്നെ അതിൽ ഇഴകേറിയുള്ള പരിശോധനയും വിമർശനങ്ങളും ചർച്ചകളും നിർദ്ദേശങ്ങളും ഇന്നലെ ഉയർന്നു വന്നു. ആ നിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചില തിരുത്തലുകൾ വരുത്തുമോ എന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൂടെയാണ് അറിയാൻ കഴിയുക. മുഖ്യമന്ത്രി ആ വികസന രേഖയിൽ ചർച്ചകൾക്കുള്ള മറുപടി പറയും. അതിനൊപ്പം തന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റെഡ് വോളണ്ടിയർ മാർച്ചാണ്. 2 ഇടങ്ങളിൽ നിന്നായി ഏതാണ്ട് 3 മണിയോടെ റെഡ് വോളണ്ടിയർ മാർച്ച് തുടങ്ങും. അത് വൈകിട്ട് 5 മണിയാവുമ്പോഴത്തേക്കും നേരെ ആശ്രമ മൈതാനത്ത് യെച്ചൂരി നഗറിൽ അവസാനിക്കും. പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയും പ്രകാശ് കാരാട്ടും സംസാരിക്കുന്ന പൊതുസമ്മേളനം
ഈ സമ്മേളനത്തിന്, സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനം കുറിക്കുന്ന പൊതുസമ്മേളനത്തിന് തുടക്കമാവുകയും ചെയ്യും. ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ടൗൺ ഹാൾ പരിസരം കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നിന്നും നേതാക്കൾ അടങ്ങുന്ന ഈ CPM സംസ്ഥാന സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കപ്പെടുന്ന നേതാവ്, ഒപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രി, അതിനൊപ്പം PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് അടക്കം തുറന്ന വാഹനത്തിൽ നേതാക്കൾക്കൊപ്പം ഈ ആശ്രമ മൈതാനിയിലേക്ക് നീങ്ങും. അങ്ങനെ ഏതാണ്ട് ഇന്ന് രാവിലെ മുതൽ, പുലർച്ചെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തകർ ഇന്ന് കൊല്ലം നഗരത്തിലേക്ക് ഒഴുകിയെത്തി തുടങ്ങിയിട്ടുണ്ട്. വൈകിട്ടാണ് പൊതുസമ്മേളനമെങ്കിലും ഈ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ടൗൺ ഹാൾ പരിസരത്ത് ആകമാനം CPMന്റെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ പ്രവർത്തകരും അനുഭാവികളെയും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. വലിയ ആവേശത്തിലാണ്. കാരണം തുടർഭരണം ലഭിച്ചതിന്റെ ഒരു ഊർജ്ജം CPM പ്രവർത്തകർക്കുണ്ട്. ഇനിയും ഒരു മൂന്നാം സർക്കാർ എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളനത്തിലെ ചർച്ചകൾ പുരോഗമിക്കുന്നു. അതിന്റെ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. അരുൺകുമാർ.